ഗതാഗത നിയമലംഘകർക്കെതിരെ നടപടി ശക്തമാക്കി ദുബായ് പോലീസ്. അപകടകരമായ ഡ്രൈവിംഗിന്റെ പേരിൽ 1200-ലധികം വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. ഗതാഗത നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്നും പോലീസ് വ്യക്തമാക്കി. ദുബായിൽ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരക്കാർക്കെതിരായ നടപടി ദുബായ് പോലീസ് ശക്തമാക്കിയിരിക്കുന്നത്. ഗതാഗത നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ 1230 വാഹനങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത്. ഇതിനു പുറമെ 30,000-ലധികം ആളുകൾക്ക് പിഴയും ചുമത്തി. അമിത വേഗത, അശ്രദ്ധമായ ഡ്രൈവിംഗ്, നിയമം ലംഘിച്ചുള്ള റേസിംഗ് തുടങ്ങി വിവിധ കുറ്റങ്ങളുടെ പേരിലാണ് നടപടി. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തിയവരും പിടിയിലായിട്ടുണ്ട്. ഡ്രൈവിംഗിനിടയിലെ ഫോൺ ഉപയോഗം വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഫോൺ കോളുകൾക്ക് പുറമെ വാഹനം ഓടിക്കുന്നതിനിടയിൽ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നതായാണ് കണ്ടെത്തൽ. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ വേഗത നിയന്ത്രിക്കണമെന്നും തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. ചരക്ക് വാഹനങ്ങളിൽ അനുവദനീയമായ പരിധിയിൽ കൂടുതൽ ഭാരം കയറ്റുന്നത് ടയറുകൾ പൊട്ടിത്തെറിക്കാൻ ഇടയാകുമെന്നും ഇക്കാര്യത്തിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പരിശോധനയും ദുബായ് പോലീസ് ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി എമിറേറ്റിലെ എല്ലാ പ്രധാന പാതകളിലും ആധുനിക ക്യാമറകളും നിരീക്ഷണ സംവിധാനങ്ങളും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ട്. റോഡ് സുരക്ഷാ ബോധവൽക്കരണം ശക്തമാക്കി അപകടങ്ങൾ കുറയ്ക്കുകയാണ് പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത്. സുരക്ഷിത ഗതാഗത സംസ്കാരം വളർത്തിയെടുക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് ട്രാഫിക് വിഭാഗം ഡയറക്ടർ മേജർ ജനറൽ അബ്ദുള്ള ഖലീഫ അൽ മർറി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. റിപ്പോർട്ടർ, ദുബായ്.